നാട്ടിലൂടെ നടന്നാൽ കേരള വിഷന് കാണാൻ കഴിയും. അഴീക്കോട് പഴയ അഴീക്കോടല്ല. എൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല എന്ന കർശനമായ നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിയും LDF എടുത്തത്. ഞാൻ പറഞ്ഞ എന്നെ മന്ത്രി ആക്കരുത്, അല്ല അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഉറപ്പിച്ച് കേരള വിഷനോട് പറയുന്നു, 3ാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് അഴീക്കോട് നിയോജക മണ്ഡലം. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സിറ്റിംഗ് MLA KV സുമേഷാണ്. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുമാണ്. ഇരുവരും പഴയ വിദ്യാർത്ഥി നേതാക്കളാണ് എന്ന പ്രത്യേകതയുമുണ്ട്. 2 വിദ്യാർത്ഥി നേതാക്കൾ ഏറ്റുമുട്ടുമ്പോൾ എന്തായിരിക്കും ഫലം? CPM വലിയ പ്രതീക്ഷയാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ വെക്കുന്നത്. KV സുമേഷ് MLA തന്നെ ഇപ്പോൾ ഉണ്ട്. എന്താണ് പ്രതീക്ഷ എന്നുള്ളതാണ്? നല്ല ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തവണയാണ് ഞങ്ങൾ ഈ മണ്ഡലം ജയിച്ചത് LDF. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നല്ലതുപോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു അനുഭവമാണ്. അഴീക്കോടാണ് കേരളത്തിലെ വൻകിട പ്രോജക്റ്റുകൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഒന്ന് ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ പോർട്ട്, അത് ടെൻഡറിങ് പ്രോസസ്സിൽ ആണ്. അതിപ്പോൾ ഈ വർഷം അത് തുടങ്ങുന്ന മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. പിന്നെ തീരദേശ ഹൈവേ അഴീക്കോട് കൂടിയാണ് പ്രധാനമായിട്ട് പോകുന്നത്. മലബാറിൽ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ, അത് അഴീക്കോട് മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ബ്ലൂ ഫ്ലാഗ് ലഭിച്ച ചാൽ ബീച്ച് അഴീക്കോടാണ്. പുല്ലൂപ്പിക്കടവ് അതാണ്. ഇൻഡോർ സ്റ്റേഡിയം പാപ്പിൻശ്ശേരിയിൽ പണിയുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു. കളരിവാതിക്കൽ റോഡ്, 6 സ്റ്റേഡിയങ്ങളുടെ പണി, വൻകുളത്ത് വയൽ, നാറാത്ത്, വളപട്ടണം സ്കൂൾ ഗ്രൗണ്ട്, പള്ളിയാമൂല, മന്ന സ്റ്റേഡിയം, ഇങ്ങനെ 6 പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളുടെ 3 പൂർത്തിയായി, 3 നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നീർക്കടവ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ. ഇങ്ങനെ വൻ പദ്ധതികളാണ് നമ്മുടെ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ 5 വർഷം സർക്കാരിൻ്റെ സഹായത്തോടെ വന്നു. MLAയോട് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നോക്കി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇനിയിപ്പോൾ സ്കൂളുകൾ, ആശുപത്രികൾ, അംഗൻവാടി, അതോടൊപ്പം ലൈബ്രറികൾക്ക് എല്ലാ ലൈബ്രറി ഡിജിറ്റലൈസേഷൻ പദ്ധതി നമ്മുടെ മണ്ഡലമാണ് നടപ്പിലാക്കിയത്. ഇങ്ങനെ ഞങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇടപെട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യാൻ ആ ഒരു ആത്മവിശ്വാസമാണ്. നാട്ടിലൂടെ നടന്നാൽ കേരള വിഷന് കാണാൻ കഴിയും. അഴീക്കോട് പഴയ അഴീക്കോടല്ല. ഈ പദ്ധതികൾ പൂർത്തിയാകുമ്പോഴേക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് അഴീക്കോട്, വളപട്ടണം ഈ മേഖല മാറും. റെയിൽ റോഡ് കണക്ടിവിറ്റി നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വലിയ നിലയിൽ എയർപോർട്ട്, സീപോർട്ട്. ഇതുവരെ പിന്നെ K. ബാബു തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടി അഴീക്കൽ അങ്ങനെ ഒരു പോർട്ടേ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ബൈൻഡപ്പ് ചെയ്തതാണ്. ആ ബൈൻഡപ്പ് ചെയ്താണ് ഞങ്ങളുടെ ഇത് നിസ്സാര കാര്യമല്ല. ഈ അഴീക്കോടുകാരുടെ ഏറ്റവും MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ചെറിയ അനക്കം ഉണ്ടായിരുന്നു. പിന്നെ ആ ഘട്ടത്തിലൊക്കെ അവർ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് അതെന്ത് ചെയ്തു, അവിടെ നിന്നു. പിന്നെ VS സർക്കാർ വന്നപ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയത്. ഇപ്പോഴത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഈ ഒരു മാറ്റമല്ലേ? അപ്പോൾ ഈ ഒരു മാറ്റം ജനങ്ങൾ കാണുകയല്ലേ. ഞങ്ങളിപ്പോൾ 5 വർഷമല്ലേ ആയുള്ളൂ. അതിനു മുന്നേ 10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 10 വർഷം ഈ 5 വർഷവും തമ്മിൽ കമ്പയർ ചെയ്യണമെന്നാണ് ആരോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ജനങ്ങളോട് റിക്വസ്റ്റ്. ഞങ്ങളുടെ വാക്കും അതായിരുന്നു, 10 വർഷം പോലെ ആവില്ല, വരാൻ പോകുന്നത് 5 വർഷക്കാലം. തീരദേശ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, പൊതുവിൽ നമ്മുടെ അഴീക്കോട് മണ്ഡലത്തിൽ നല്ല ഒരു വികസന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൗണ്ട് പര്യടനം ഞങ്ങളിപ്പോൾ പൂർത്തിയാകുമ്പോൾ നല്ല ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വിജയം ഇത്തവണ അഴീക്കോട് നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ അഴീക്കോട് ഇറങ്ങി സംസാരിക്കുന്ന സമയത്ത് KV സുമേഷ് എന്ന് പറയുമ്പോൾ ജനകീയനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ ഒരു അംഗീകാരത്തെ എങ്ങനെയാണ്? അതിൽ ജനകീയത എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല. എലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ചങ്ങളായിക്കാരനാണ്. മണ്ഡലത്തിൽ തന്നെ താമസം ആരംഭിച്ചു. പക്ഷേ എന്നെ അന്വേഷിച്ച് ചങ്ങളായിലേക്ക് ആൾ വരരുത് എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ എല്ലാ ദിവസവും കാണും. ചിറക്കൽ ചിറയുടെ അടുത്ത് അറിയാം എല്ലാവർക്കും. അവിടെ താമസിക്കാൻ കുട്ടികളൊക്കെ ഇവിടെ ചേർത്തു. അങ്ങനെ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം. എൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല എന്ന കർശനമായ നിലപാടാണ് ഞങ്ങളുടെ പാർട്ടിയും LDF എടുത്തത്. ആ നിലപാട് ഞങ്ങളിവിടെ യാഥാർത്ഥ്യമാക്കി. അതുകൊണ്ട് നിയമസഭയ്ക്കോ തിരുവനന്തപുരത്ത് യോഗത്തിനോ അല്ലാതെ അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ല. 5 വർഷം അവരുടെ മുന്നിൽ തന്നെ, അവരുടെ കൂടെ തന്നെ നിന്ന് ഏത് കാര്യത്തിലായാലും ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ലല്ലോ, പൊതുവെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ,
അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ മത്സരിക്കാൻ വന്നതുപോലെയല്ല. ആദ്യത്തെ തവണ വരുമ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, എല്ലാ സ്ഥലവും എനിക്ക് ഇങ്ങനെ വരും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എനിക്കിപ്പോൾ രമേശ് ചേട്ടനെ അറിയാം, രമേശ് ചേട്ടൻ അവിടെ താമസിക്കുമെന്ന് അറിയാം, സുനിയാട്ടൻ അവിടെ താമസിക്കുമെന്ന് അറിയാം, എവിടെയാണ് പവിത്രേട്ടൻ്റെ വീടെന്ന് അറിയാം, ഷക്കീൽ നമ്മൾ പിന്നെ പണ്ടേ ബന്ധമുണ്ട്. എല്ലാവരെയും നമുക്ക് ഏതാണ്ടറിയാം, എല്ലാം അറിയാമെന്നല്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി അഴീക്കോട് യാതൊരു വികസന പ്രവർത്തനവും ഇല്ല, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി അങ്ങനെയൊന്നുമല്ല, ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ജനങ്ങളെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവർക്കൊപ്പം നിന്ന് ചെയ്തു എന്നുള്ളത് അവർ പറയുന്നതാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. UDF പറയുന്നത് ഇതൊക്കെയാണ് എങ്കിൽ കൂടിയും ഭരണവിരുദ്ധ വികാരം ഇവിടെ തിരിച്ചടിയാകും, അഴീക്കോട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും, അത് UDFന് അനുകൂലമാവുന്നതാണ്. UDFൻ്റെ മണ്ഡലമാണിത്. UDFൻ്റെ മണ്ഡലത്തിലാണല്ലോ നമ്മൾ ജയിച്ചത്. കഴിഞ്ഞ തവണയും നമ്മൾ ജയിച്ചതാണ്. ഭരണവിരുദ്ധ വികാരം ഞങ്ങളിപ്പോൾ വീടുകളൊക്കെ കയറുമ്പോൾ ആളുകൾ വീടുകളിലൊന്നും സർക്കാരിനെതിരെ ഒരു സിംഗിൾ പരാതി പോലുമില്ല. പിന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആക്ഷേപങ്ങളും പിന്നെ അസത്യപ്രചരണങ്ങളുമാണ്. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് അത്ര കണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. ഇത് മോഡിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ശബരിമല കൊള്ള നടത്തിയ ഞങ്ങളാണ്. ഇതെല്ലാം വീടുകൾ കയറി ഇപ്പോഴാണ് മൊബൈലിലൊക്കെ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നല്ല. ഞാൻ ഉറപ്പിച്ച് കേരള വിഷനോട് പറയുന്നു, 3ാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ അഴീക്കോട് മണ്ഡലവും അതിൻ്റെ കൂടെ ഉണ്ടാവും. അഴീക്കോട് നിന്നൊരു മന്ത്രി ഉണ്ടാവും. അതുമല്ല, മന്ത്രിയാകുക എന്നുള്ളതിൽ ഒരു ലക്ഷ്യവും ഇല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നേ ഇല്ല. നമുക്ക് നാട്ടിൽ കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്, അത്രയേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ തീരുമാനിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞ എന്നെ മന്ത്രി ആക്കരുത്, അല്ല അങ്ങനെയെല്ലാം പറയുന്നത്, ആകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അതൊക്കെ വെറുതെ. ഈ എതിർ സ്ഥാനാർത്ഥി, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ് രണ്ടുപേരും. ഒരാൾ SFIയിലൂടെ, മറ്റൊരാൾ MSFയിലൂടെ കടന്നു വന്നവരാണ്. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ്? നല്ല അഭിപ്രായമല്ല. ബഹുമാനപ്പെട്ട നമ്മളിപ്പോൾ നമ്മളോട് മത്സരിക്കുന്നവരെല്ലാം ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. അതത് രാഷ്ട്രീയ പാർട്ടിയുടെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. അവരെല്ലാം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്, എല്ലാ ആദരവോടെയാണ് അവർ കാണുന്നത്. നല്ല മത്സരം നടക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ നല്ല മത്സരം നടന്ന് മെയ് 4 നന്നായി പുഞ്ചിരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. KV സുമേഷാണ്, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.